ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന പ്രതിഭാസം ഒരു കാലത്തും അമേരിക്കയുടെ ചരിത്രത്തിൽ ഉണ്ടാവുകയില്ല എന്നൊക്കെയാണ് നമ്മൾ വിശ്വസിച്ചിരുന്നത്. ഒരു ഡെമോക്രാറ്റിക് രാജ്യമാണ്, വളരെ റാഷണലായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു രാജ്യമാണ് എന്നുള്ളത് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് അതൊക്കെ മാറിപ്പോയിരിക്കുകയാണ്. അപ്പൊ ഇത് പ്രതീക്ഷിച്ചത് തന്നെയാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാനിന്റെ ന്യൂക്ലിയർ കേപ്പബിലിറ്റി നശിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനമായ ഉദ്ദേശം. അതിനെതിരായിട്ട് മറ്റു രാജ്യങ്ങളൊന്നും ഇല്ല എന്നുള്ള വിശ്വാസം കൂടി അവർക്കുണ്ട്. റഷ്യ ഒരു വാർണിംഗ് നടത്തിയിരുന്നെങ്കിൽ പോലും ഇതിൽ മറ്റാരും ഏർപ്പെടുകയില്ല എന്നുള്ളൊരു വിശ്വാസത്തോടെയാണ് ട്രംപ് ഇത്ര ധൈര്യമായിട്ട് ഇത് ആക്രമിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇറാൻ അതിനെ തിരിച്ചടിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഇസ്രായേലിനെതിരായിട്ട് ആക്രമണം നടത്താൻ പറ്റുമായിരിക്കും, അത് മുമ്പ് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ അമേരിക്ക ഇതിൽ ചേർന്നു എന്നുള്ളൊരു പുതിയ കാര്യമല്ല. ഇസ്രായേൽ യുദ്ധം ചെയ്യുന്ന സമയത്ത് പോലും അമേരിക്ക തന്നെയാണ് ആ യുദ്ധത്തിനെ നയിച്ചിരുന്നത് എന്നുള്ളതിന് സംശയമൊന്നുമില്ല. അവരുടെ ആയുധങ്ങളും എല്ലാം ഉപയോഗിച്ചിരുന്നു. അപ്പോ ഇതിലൊരു ഇറാൻ ഒരു എഗ്രിമെന്റ് തയ്യാറില്ലെങ്കിൽ യുദ്ധമുണ്ടാകും എന്ന് പ്രസിഡന്റ് ട്രംപ് കുറച്ച് ദിവസമായിട്ട് തന്നെ പറയുന്നതാണ്. അപ്പൊ അതിന്റെ ഒരു ഇവൻച്വൽ 20-25 വർഷമായിട്ട് നടക്കുന്ന ഈ പ്രശ്നം പരിഹരിക്കുക, അതുകൊണ്ട് വലിയ റിയാക്ഷൻ ഉണ്ടാവുകയില്ല, മറ്റു രാജ്യങ്ങളൊന്നും ഇടപെടുകയില്ല എന്ന വിശ്വാസത്തിലാണ് അദ്ദേഹം ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത്. പക്ഷെ എന്നാലും വളരെ അപകടകരമായ ഒരു സ്ഥിതിയാണ് ലോകത്തിനുണ്ടായിട്ടുള്ളത്. ഇറാൻ എന്തായാലും ഇസ്രായേലിനെങ്കിലും ആക്രമിക്കും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. അപ്പൊ ഒരു വലിയ യുദ്ധത്തിലേക്ക് പോയില്ലെങ്കിൽ പോലും ഒരു വളരെ അപകടകരമായ ഒരു സ്ഥിതിയിലേക്കാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയെയും ലോകത്തെയും കൊണ്ടുവന്നിരിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ രീതിയാണ്, അദ്ദേഹത്തിന്റെ സ്വഭാവമാണ്. അപ്പോൾ അതുകൊണ്ട് അതിന്റെ കോൺസിക്വൻസസ് ആണെന്ന് വിചാരിക്കാതെ തന്നെയാണ് അദ്ദേഹം കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്.